Hi friends, Namaskaram. Welcome to Rich's Creation. Be happy always. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി സ്വീറ്റ് കൊഴുക്കട്ടയും പിടി കൊഴുക്കട്ടയാണ്. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. നമുക്ക് ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് പച്ചരി പൊടിച്ചത് 2 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ സ്വീറ്റ് കൊഴുക്കട്ടയാണ്. എല്ലാവരും ഈ മധുര കൊഴുക്കട്ട ട്രൈ ചെയ്ത് നോക്കണം. 2 കപ്പ് മാവിന് 2 കപ്പ് വെള്ളം, ചൂടാക്കിയ വെള്ളം നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്താൽ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സോ നമ്മുടെ സ്മൂത്ത് ഡൗ റെഡിയായി. നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെള്ളം 1 കപ്പ്, അതിലേക്ക് ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കാർഡമം പൗഡർ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ചേർത്തുന്നുണ്ട്. നന്നായിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് 1 കപ്പും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യൂ. ഇതാണ് നമ്മുടെ ഫില്ലിങ്ങിനുള്ളത്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടൻ്റെ ബോൾസ് ഉണ്ടാക്കാം. ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് അതിനെ കയ്യിൽ വെച്ച് ഫ്ലാറ്റായിട്ട് തട്ടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജസ് എല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട റെഡി. ഇതേപോലെ കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കി ഒരു പ്ലേറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിന്ന് കൊഴുക്കട്ട സ്റ്റീം ചെയ്യാൻ ഒരു കടായ എടുത്തിട്ടുള്ളത്. ആ കടായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലൊരു വെസൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഇഡ്ലി പ്ലേറ്റ് വെച്ചിട്ട് ആ ഇഡ്ലി പ്ലേറ്റിൻ്റെ മേലെ നനഞ്ഞ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കിയത് മേലെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയെല്ലാം നമുക്ക് ഇതേപോലെ ബോൾസാക്കി കയ്യിൽ തട്ടിയിട്ട് ഡിസ്ക് പോലെ ആക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സോ കൊഴുക്കട്ട റെഡി. ഇതേപോലെ നമുക്ക് കൊഴുക്കട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഇഡ്ലി പ്ലേറ്റിലേക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഐക്കോൺ പ്രസ് ചെയ്യൂ. സോ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നാളെ വിനായക ചതുർത്ഥിയാണ്. എല്ലാവരും ഈ കൊഴുക്കട്ട വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഒന്ന് ഡിസ്ക് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ എഡ്ജസ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നോക്കൂ, നമ്മുടെ കൊഴുക്കട്ട റെഡി ആവുന്നുണ്ട്.
ഓക്കെ, നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഉണ്ടാക്കി ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കടായിൽ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്ത് 10 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ കൊഴുക്കട്ട റെഡിയായി. നോക്കൂ, സ്വീറ്റ് കൊഴുക്കട്ട റെഡി ടു സെർവ്. നല്ല ഹെൽത്തിയായ ടേസ്റ്റിയായ സ്നാക്കാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. നോക്കൂ, ഇതുപോലെ ഉണ്ടാവും. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ട റെഡി. കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ മധുര കൊഴുക്കട്ട റെഡി ടു സെർവ്. ഇനി നമുക്ക് പിടി കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ എടുക്കൂ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കൂ. അതിലേക്ക് കടലപ്പരിപ്പ് 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില നമുക്കിനി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കൂ. വലിയുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. ഓക്കെ, നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിൽ ഞാൻ കൊഴുക്കട്ടയ്ക്ക് മാവ് അതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ താളിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അതേപോലെ കടായിലേക്ക് നമുക്ക് പിടി കൊഴുക്കട്ട നന്നായിട്ട് ഒന്ന് ഡൗ കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉണ്ടാക്കാൻ. നന്നായിട്ടൊന്ന് ഇതുപോലെ പിടിച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കൂ, നന്നായിട്ട് കഴിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കടായിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ ഇഡ്ഡലി പ്ലേറ്റിൽ ഈ പിടി കൊഴുക്കട്ട ആഡ് ചെയ്ത് കൊടുക്കൂ. ഓക്കെ, ഇനി നമുക്ക് മൂടി കൊടുക്കാം ലിഡ് കൊണ്ട്. 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പിടി കൊഴുക്കട്ട റെഡി. നോക്കൂ, നല്ല സോഫ്റ്റായിട്ട് പിടി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യൂ. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ്സിൽ ഉണ്ടാക്കാവുന്ന സ്നാക്കാണ്. പിടി കൊഴുക്കട്ട റെഡിയായി. ഓക്കെ, സ്വീറ്റ് കൊഴുക്കട്ട ആൻഡ് പിടി കൊഴുക്കട്ട, ഇത് 2 കൊഴുക്കട്ടയും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. കീപ് സ്മൈലിംഗ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു